ഈ മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം, അഭിലാഷ്, അത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ വാർത്ത എടുത്തിരുന്നു. വലിയ കഷ്ടം തന്നെയാണല്ലേ. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് പോലും വലിയ അവരെ ദുരിതത്തിലാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതല്ലേ. നിലവിലെ സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും ഒരാഴ്ചയായി, അതായത് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ചിട്ട് ഒരാഴ്ചയായി. കഴിഞ്ഞ 10-ാം തീയതി മുതൽ മരുന്ന് വിതരണ കമ്പനികൾ ഈ മരുന്ന് വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം ആവശ്യമായ മരുന്നുകളൊന്നും ഇല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇന്നു മുതൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ലാബുകളുടെ പ്രവർത്തനം പോലും നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ രക്തം ശേഖരിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ പോലും ലഭ്യമല്ല എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ പ്രശ്നത്തിലേക്ക് മെഡിക്കൽ കോളേജിൽ പോകുന്നു. 90 കോടി രൂപയാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത്. അതിൻ്റെ 60% കൊടുത്താൽ മാത്രമേ മരുന്ന് വിതരണം പുനഃസ്ഥാപിക്കൂ എന്നുള്ള കാര്യം കൂടി വിതരണ കമ്പനികൾ പറയുന്നുണ്ട്. ഏതായാലും സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതാണ്ട് 159 കോടിയോളം രൂപ ഈ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ കോളേജിന് ലഭിക്കാനുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു വകയിൽ 50 കോടിയോളം രൂപ ലഭിക്കാനുണ്ട് എന്ന് പറയുന്നു. 90 കോടി രൂപ മാത്രമാണ് ഈ മരുന്ന് വിതരണ കമ്പനികൾക്ക് നൽകാനുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ലഭിക്കാതെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രോഗികൾ ദുരിതത്തിലാണ്. അതും സാധാരണക്കാരായ രോഗികളാണ് ഇത്തരത്തിൽ ദുരിതത്തിലേക്ക് വരുന്നത് എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം.